തൃശൂർ മുണ്ടൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ഷെരീഫാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മുണ്ടൂർ പെട്രോൾ പമ്പ് പരിസരത്ത് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചു കയറി അപകടമുണ്ടായത്. കോട്ടയം മീനച്ചിൽ താലൂക്കിൽ നായർ സമാജം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. പരിപാടി സംസ്ഥാന പ്രസിഡന്റ് KR സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ പ്രത്യേക സംവരണം ഏർപ്പെടുത്തണമെന്നും എയ്ഡഡ് കോളേജ് അനുവദിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യം. തൃശൂരിൽ പുരോഗമന കലാസാഹിത്യ സംഘം മണ്ണുത്തി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ജീവതാളം അതിജീവനത്തിന്റെ അരങ്ങ് പരിപാടിയിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. സമാഹരിച്ച 25,000 രൂപയാണ് ഏരിയ സെക്രട്ടറി KS സുനിൽകുമാർ റവന്യൂ വകുപ്പ് മന്ത്രി K രാജന് കൈമാറിയത്. തൃശൂർ കൊടകരയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസമാഹരണത്തിന്റെ ഭാഗമായി CPI കൊടകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബക്കറ്റ് പിരിവ് നടത്തി. കൊടകര ടൗണിൽ നടത്തിയ ബക്കറ്റ് പിരിവിന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ നേതൃത്വം നൽകി. വയനാടിന് കൈത്താങ്ങായി തൃശൂർ കണ്ടാണശ്ശേരിയിലെ ഹോട്ടൽ വ്യാപാരി. പൊതുപ്രവർത്തകനായ AN സജീവൻ നടത്തുന്ന തന്മയ ഹോട്ടലിൽ ഞായറാഴ്ച ലഭിക്കുന്ന വരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക. സജീവന് പിന്തുണയുമായി ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂരുമടക്കം നിരവധി പേർ. തൃശൂർ ജില്ലയിലെ കുമ്മാട്ടി സംഘങ്ങൾക്കായി തൃശൂർ ജില്ലാ കുമ്മാട്ടി കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. സംഘടനാ തീരുമാനപ്രകാരം ജില്ലയിലെ 36 കുമ്മാട്ടി സംഘങ്ങൾ കുമ്മാട്ടി ആഘോഷങ്ങൾ നടത്തും. കുമ്മാട്ടി ആഘോഷങ്ങൾ നടത്തിയതിന്റെ വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നും തൃശൂർ ജില്ലാ കുമ്മാട്ടി കൂട്ടായ്മ. തൃശൂർ ചെമ്പൂക്കാവിൽ ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ വിദ്യാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് പാട്ടുരേക്കൽ ശ്രീവത്സത്തിൽ സുനിൽ പൊതുവാളിന്റെ മകൻ മാധവ് S പൊതുവാൾ. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ 1ാം വർഷ BCom വിദ്യാർത്ഥിയായിരുന്നു. തൃശൂർ കല്ലറക്കൽ ഫൗണ്ടേഷന്റെ പ്രഥമ അവാർഡുകൾ സമ്മാനിച്ചു. ഇന്ത്യൻ ഫുട്ബോളർമാരെയും സംസ്ഥാന താരങ്ങളെയും വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സമ്മേളനം ഫുട്ബോളറും മുൻ MP-യുമായ പന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോലഴി കൊടുമുള്ളിക്കാവ് ശ്രീ വേട്ടേക്കരൻ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത് ക്ഷേത്രം മേൽശാന്തി രമേശ് കീഴോത്ത്. ഇല്ലം നിറ ആഘോഷത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തൃശൂർ ആറാട്ടുപുഴ ശ്രീശാസ്താ ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. ഗണപതി പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ചടങ്ങിന് ക്ഷേത്രം മേൽശാന്തിമാരായ കുറ്റമ്പള്ളി പത്മനാഭൻ നമ്പൂതിരി, മൂർക്കനാടുമന മോഹനൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ അന്തിക്കാട് കമ്മ്യൂണിസ്റ്റ് നേതാവ് KP പ്രഭാകരന്റെ 15ാമത് ചരമവാർഷികം ആചരിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ചെത്തു തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു KP പ്രഭാകരൻ. തൃശൂർ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 23 മരങ്ങൾ മുറിച്ചുമാറ്റി. കുട്ടികൾക്കും കെട്ടിടങ്ങൾക്കും അപകട ഭീഷണി ഉണ്ടായതിനെ തുടർന്നാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത്. മരങ്ങൾ ഭീഷണിയായപ്പോൾ സ്കൂളിന്റെ ഫിറ്റ്നസും നഷ്ടപ്പെട്ടിരുന്നു. മിഷൻ ലീഗ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കോട്ടയം ചെമ്മലമറ്റത്ത് ചെറുപുഷ്പ മിഷൻ ലീഗ് സ്ഥാപക നേതാവ് PC എബ്രഹാം പല്ലാട്ടുകുന്നേലിന്റെ 15ാം ചരമവാർഷികം ആചരിച്ചു. സമൂഹബലിയും കബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാറപ്രേം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം. 16 ആഡംബര കാറുകൾ കത്തിനശിച്ചു. സംഭവ സമയത്ത് ജീവനക്കാർ ഇല്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. കൊല്ലം പള്ളിമുക്കിലെ യൂണിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. പ്രയുക്തി 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച മിനി ജോബ് ഫെയർ നൌഷാദ് MLA ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ആഭിമുഖ്യത്തിലാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. എറണാകുളം വൈപ്പിൻ ചെറായി ഗജസേന ആനപ്രേമി സംഘം സംഘടിപ്പിച്ച 8ാമത് ചെറായി ആനയൂട്ട് ചെറായി ഗൗരീശ്വര ക്ഷേത്ര മൈതാനിയിൽ നടന്നു. കേരളത്തിലെ തലയെടുപ്പുള്ള 13 ആനകളെ പങ്കെടുപ്പിച്ചാണ് ആനയൂട്ട് നടന്നത്. SSF മലപ്പുറം വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവത്തിന് രാങ്ങാട്ടൂരിൽ തുടക്കമായി. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 168 ഇനങ്ങളിൽ 2000-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും. കോട്ടയം കടുത്തുരുത്തി ഹൌസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും UDF. ആധികാരിക വിജയം 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. DCC ജനറൽ സെക്രട്ടറി ജോബോയ് ജോർജിന്റെ നിര്യാണം മൂലം വിജയാഹ്ലാദം മാറ്റിവെച്ച് പ്രവർത്തകർ. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായി സമ്പാദ്യ കുടുക്കയിലെ പണം നൽകി വിദ്യാർത്ഥികൾ. തൃശൂർ പാടൂർ സ്വദേശികളായ നദ നാസിനിയും റിദ ഫാത്തിമയുമാണ് മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ നിധിയിലേക്ക് പണം നൽകിയത്.
വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി തൃശൂർ എളവള്ളി ശ്രീനാരായണ ഗുരുമന്ദിരം വടക്കുംഭാഗം പൂരാഘോഷ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ കൈമാറി. തുക പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി TV ഹരിദാസിൽ നിന്നും മുരളി പെരുന്നെല്ലി MLA ഏറ്റുവാങ്ങി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ചാവക്കാട് സംഘടിപ്പിച്ചു. അധിക പ്രവൃത്തി ദിനങ്ങൾ പിൻവലിച്ച ഹൈക്കോടതി ഉത്തരവിനെ ഫെഡറേഷൻ സ്വാഗതം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ലത്തീഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.